പഴം നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ആ കിച്ചണിലേക്ക് വരും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 നേന്ത്രപ്പഴം അരിഞ്ഞു കേട്ടോ. 2 നേന്ത്രപ്പഴം അരിയുക. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പഴുക്കാത്ത പഴം ഒരിക്കലും എടുക്കരുത് കേട്ടോ. നല്ല പഴുത്ത പഴം 2 അരിഞ്ഞു. എന്നിട്ട് ചീചട്ടി വെച്ചു, കടായി വെച്ചിട്ട് എന്ത് ചെയ്തു അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. ഒഴിച്ചിട്ട് ആ പഴം ഒന്ന് വറുക്കുക. പഴം ഒന്ന് ചൂടാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം വേണം. പഴമായതുകൊണ്ട് കുറച്ച് നേരം അത് ടൈം എടുക്കും. എന്നിട്ട് പിന്നെ അത് വാരിയെടുക്കുക. അത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നാളികേരം ഇട്ടു. നാളികേരം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ഇട്ടാൽ മതി. അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ നാളികേരം ചിക്കൻ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടു എന്ന് മാത്രം. നാളികേരം കൊത്തിയിടണമെങ്കിൽ കൊത്തിയിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇട്ടാലും മതി. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് റവ, ഒരു 3-4 ടീസ്പൂൺ റവ ഇടുക. റവ ഇട്ടിട്ട് അതൊന്ന് വറുക്കുക. ഇത് ഓൾറെഡി ഫ്രൈഡ് റവയാണ്, അതൊന്നും കൂടി വറുക്കുക കേട്ടോ. എങ്ങനത്തെ റവയാണെന്നും ഒരു നിർബന്ധമില്ല, ഏത് റവയായാലും എല്ലാം നാളികേരത്തിൻ്റെ കൂടെ വറുക്കുക. വേണമെങ്കിൽ ഒരു ലേശം നെയ്യ് ഇട്ടോളൂ, എന്നിട്ട് വറുത്തെടുക്കുക. വറുത്ത് കുറച്ച് നേരം എടുക്കും, കുറച്ച് സമയം എടുക്കും, അധികം നേരം എടുക്കില്ല. ഒരു ഗോൾഡൻ കളർ വരെ വറുത്തോളാം. അത് കഴിഞ്ഞിട്ട് ആ പഴം വേവിച്ചത്, ശർക്കര ഉണ്ടല്ലോ, ശർക്കര 2-3 അച്ച് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു. അതിൻ്റെ ആ ശർക്കര വെള്ളം അതിൽ ഒഴിക്കുക. മധുരം വേണ്ട, പഴത്തിൻ്റെ മധുരം ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്തിരി ശർക്കര ചേർത്തു കേട്ടോ. അതിൽ നിങ്ങൾക്ക് മധുരം അധികം വേണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. 2 വെള്ളമാണ് ഞാൻ, അതിൻ്റെ ശർക്കര വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് പഴം ചേർക്കുക. ആ കൂടി മിക്സ് ആക്കുക. അതിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കാം, ചുക്ക് ചേർക്കാം, ജീരകം ചേർക്കാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഏലക്കായ 2-3 പൊളിച്ചിട്ടിട്ടുണ്ട്. നല്ലോണം അതിനെ ശരിയാക്കണം. ചൂടാവുമ്പോൾ നല്ലോണം അതിനെ പാകപ്പെടുത്തി എടുക്കാം. നമുക്ക് ഭയങ്കര ചൂടാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇതിനെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്കതിനെ ഷേപ്പിലാക്കാം കേട്ടോ. ഇനി പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കൂ, എന്താ ഭംഗി നോക്കൂ. ഗോൾഡൻ കളറിലുള്ള ഉണ്ടകൾ നോക്കൂ, എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്. അത് മാത്രമല്ല ഈ ഉണ്ടകൾ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല ഇത് ഹെൽത്തിയാണ്. എന്താ വെച്ചാൽ നാളികേരം, റവ അതൊക്കെ വറുത്തതാണ്, പഴം അസലായിട്ട് വേവിച്ച പഴമാണ്. അപ്പം എല്ലാം കൂടി വളരെ ഹെൽത്തി ഫുഡാണ്. പക്ഷെ അതിനെ ഒന്നും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങൾക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇതാവുമ്പോൾ എണ്ണ അധികം കുടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ വെള്ളത്തിന് കുറച്ച് വെള്ളം വളരെ ഡൈല്യൂട്ടായി, അത് കാരണം കൊണ്ട് കോൺഫ്ലവർ ഇത്തിരി കൂടി ഇട്ടു കേട്ടോ. ഇത്തിരി കട്ടി വേണേ, കുറച്ച് തിക്നെസ് വേണം. അതുകൊണ്ടാണ്, അധികമൊന്നും വേണ്ട. കോൺഫ്ലവറിന് അധികം തിക്നെസ് വേണ്ട. എന്നാലും നല്ല പോലെ ഇളക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു ചീഞ്ചട്ടിയിൽ കേട്ടോ. എന്താ വെച്ചാൽ കടായിൽ ഒഴിച്ചു, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചോളൂ. ഇനി ഈ കൊച്ചു ഉണ്ടകൾ എടുക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നല്ല ഗോൾഡൻ കളറിലെ ഉണ്ടകൾ, വലിയ ഉണ്ടകളാണ് ഞാൻ വൃത്തി വെച്ചിരുന്നത്. അതിനൊക്കെ ഞാൻ ചെറുതാക്കട്ടെ കേട്ടോ. മിനി ഉണ്ടകളാക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അത് എളുപ്പം കാലാവും. അതിന് എളുപ്പം നോക്കൂ. ഞാൻ അതിനെ കോൺഫ്ലവർ വെള്ളത്തിലിട്ടു. ആ വെള്ളത്തിലിട്ട് അതിന് മുക്കിയിട്ടാൽ മതി കേട്ടോ. ഈസിയാണ്, നല്ല രസമുണ്ട്. നോക്കൂ, കോൺഫ്ലവർ വെള്ളത്തിൽ കിടന്ന് മുക്കി കളിക്കണ കേട്ടോ. എണ്ണ ചൂടായപ്പോൾ ആ ഉണ്ടകളെയൊക്കെ എടുത്തിട്ട് ഉണ്ടകളെ മേടിച്ചെണ്ണയിൽ കിടന്ന് പൊള്ളട്ടെ കേട്ടോ. നല്ല ചുട്ടു പൊള്ളട്ടെ. നല്ല ഹാപ്പി ആയിട്ട് കിടക്കുകയായിരുന്നു അല്ലേ കോൺഫ്ലവറിലെ. അയ്യോ പാവങ്ങൾ ഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്, മൂത്ത് തുടങ്ങി കേട്ടോ. തീ ഇപ്പോൾ നോക്കൂ നല്ല ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് സിമ്മലല്ല മീഡിയത്തിലിട്ടോളൂ കേട്ടോ. ഏറ്റവും ഹൈയിൽ വെക്കേണ്ട, മീഡിയത്തിലാക്കുക. ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയത്തിലാക്കുക കേട്ടോ. എല്ലാം മാറ്റിയിട്ടത് ഗോൾഡൻ കളർ വന്നു കേട്ടോ. എല്ലാത്തിനും ഒരു ഗോൾഡൻ കളർ വന്നു. ഇനി ഇതൊക്കെ എടുക്കേണ്ട സമയമായി. ഇത് എണ്ണ ഒരു തുള്ളി കുടിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എണ്ണ കുടിക്കില്ല. ഇത് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് റവ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല നാളികേരം കൊത്ത് വറുത്തിടാം,
അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം, അതൊക്കെ ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഈസി ആയിട്ടുള്ള വിധത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ വിധത്തിലാണ് ഉണ്ടാക്കിയത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊച്ചുണ്ടകൾ നല്ല രസം. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. നേന്ത്രപ്പഴത്തിൻ്റെ പുളിയും ശർക്കരയുടെ മധുരവും ചേർന്ന് നല്ലൊരു ടേസ്റ്റ്, സ്പെഷ്യൽ ടേസ്റ്റാണ് അതിനുള്ളത്. ഈ ഉണ്ടകളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.